നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെയാണ് ആ പോരാട്ടം. മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ മാഡ്രിഡും തമ്മിൽ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ പ്ലേ ഓഫിൽ ഏറ്റുമുട്ടുന്നു. എത്തിഹാദിലാണ് മത്സരം. കളിക്ക് തൊട്ടു മുമ്പ് റയലിന് അത്ര ശുഭകരമായ വാർത്തയല്ല. വാസ്കസിനും പരിക്ക് പറ്റി ഡിഫൻസിലാകെ പ്രശ്നങ്ങളാണ് ഉള്ളത്. എന്നാലും ഈ എമർജൻസി സിറ്റുവേഷനിൽ, അങ്ങനെയാണല്ലോ ആഞ്ചലോട്ടി പറയും, എമർജൻസി സിറ്റുവേഷനിൽ അവർ സ്ക്വാഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ അവരുടെ ഷെഡ്യൂള് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ന് അവർ മാഞ്ചസ്റ്ററിലേക്ക് പോകും. 10 മണിക്ക് CET സമയം 10 മണിക്ക് അവർ മാഞ്ചസ്റ്ററിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30 ആ ഒരു ഫ്ലൈറ്റ്. അത് കഴിഞ്ഞ് ഇന്ന് 7 മണിക്ക് രാത്രി 7 മണിക്ക് CET സമയം രാത്രി 7 മണിക്ക് ആഞ്ചലോട്ടിയുടെ പ്രസ് കോൺഫറൻസ് ഉണ്ട്. എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സമയം രാത്രി 11:30 ഒരു പ്രസ് കോൺഫറൻസ്. അത് കഴിഞ്ഞ് CET സമയം രാത്രി 10 മണിക്ക് അവരുടെ ഫൈനൽ ട്രെയിനിങ് സെഷൻ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി 12:30 ആ ഒരു ട്രെയിനിങ് സെഷൻ കഴിഞ്ഞ് നാളെ രാത്രി 1:30 ഇവർ തമ്മിലുള്ള പോരാട്ടം വരുന്നത്. എന്ന് പറയുമ്പോൾ സാങ്കേതികമായി മറ്റന്നാൾ പുലർച്ചെ 1:30 ആ ഒരു മത്സരത്തിനായിട്ടുള്ള സ്ക്വാഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ വാസ്കസ് പുറത്താണ്, പകരം ചീമയെ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ആ ഒരു സ്ക്വാഡ് ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ ലൂക്കാസ് വാസ്കസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായിരുന്നു അവരുടെ ഒരു പ്ലാൻ, അതായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടി വന്നു. എന്തായാലും സ്ക്വാഡിലുള്ളത് കോർട്ടുവ, ലൂനിൻ, സെർജിയോ മെസ്ട്രെ എന്നിവർ ഗോൾ കീപ്പർമാരായിട്ടുണ്ട്. വല്ലേജോ, ഫ്രാൻ ഗാർഷ്യ, മെൻഡി, ജാക്കോബോ, അസെൻസിയോ, ലൊറൻസോ എന്നിവർ ഡിഫൻഡർമാരായിട്ടുണ്ട്. ചീമയെ മധ്യനിരയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബെല്ലിംഗാം, കമവിംഗ, വാൽവർദെ, മോഡ്രിച്ച്, ഷുവാമനി, ആർദ ഗ്യൂളർ, സെബിയോസ് എന്നിവരാണ് മറ്റു മധ്യനിര താരങ്ങൾ. മുന്നേറ്റത്തിൽ വിനി ജൂനിയറും എംബാപ്പയും റോഡ്രിഗോയും എൻട്രിക്കും ബ്രാഹിമും ഗോൺസാലോയുമുണ്ട്. ഏതായാലും ഡിഫൻസ് എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. കാത്തിരിക്കാം ഇത്തിഹാദിലെ ആ പോരാട്ടത്തിന് വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.